നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഒരു ഗർഭകഥയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമലയൊക്കെ ഉയർന്നു വരാതിരിക്കാൻ CPM പ്രധാനമായും വജ്രായുധമാക്കിയത്. എന്നാൽ ആ ഗർഭം തന്നെ ഇപ്പോൾ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസുകാരൊക്കെ അഥവാ ഒന്ന് അടിപതറി പോയാൽ അതിന്റെ മുഴുവൻ ചുമതല എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തല ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഭരണകൂടത്തിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ജനം പ്രബുദ്ധരാണ്. അവർ എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കും, എത്ര മറച്ചാലും കാണേണ്ടത് അവർ കാണും എന്നുള്ള ഒരൊറ്റ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ആ ഗർഭം തന്നെയല്ലേ ഇന്നിപ്പോൾ പിണറായിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായതെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയാണ്. ആ ഗർഭത്തിന് പിന്നിൽ രണ്ട് വലിയ സന്ദേശമുണ്ട്. ഒന്ന്, ഒരു ഭരണകൂട ഭീകരത. രണ്ട്, ധാർഷ്ട്യം, അഹങ്കാരം. മൂന്ന്, എന്ത് ചെയ്യാം എന്നുള്ള ഒരു അഹംബോധം നമ്മൾ പോസിറ്റീവായി കാണുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് ഇൻബിൽറ്റാണ്. എന്ത് ചെയ്യാം, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. കാരണം ഇത് ഇനം വേറെയാണ്. പണ്ട് ഇതേ പിണറായി വിജയൻ CPM-നെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ കരുതുന്ന ഒരു പാർട്ടിയല്ല CPM, ഇത് ഇനം വേറെയാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചറിഞ്ഞത്. ഇത് ഇനം വേറെയാണ്. ആ ഇനം ഇവിടെ വേണ്ട. ഗർഭകഥകൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു ശൈലി പലപ്പോഴും CPM പയറ്റാറുള്ള ഒരു തന്ത്രം തന്നെയാണ്. നമ്മൾ കണ്ടു, ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ അന്ന് സോളാർ ഗർഭകഥ ഇറക്കി. അന്ന് ഗർഭം ആയില്ല എങ്കിൽ പോലും സോളാർ നായികയിൽ ഒരു ഗർഭമുണ്ടായി എന്ന് CBI റിപ്പോർട്ടിലുണ്ട്. ആ ഗർഭത്തിനുടമ ആരാണ് എന്ന് പിണറായി വിജയൻ അറിയാമല്ലോ. ഇപ്പോഴും പിണറായി വിജയൻ ഒക്കത്തിരുത്തിയിരിക്കുന്ന ഒരു നേതാവ്. അപ്പോൾ ഗർഭകഥ അന്ന് UDF-നെതിരെ തിരിച്ചു വച്ചിരുന്നുവെങ്കിലും യഥാർത്ഥ ഗർഭം പേറിയത് ഇതേ ഇടതുപക്ഷ നേതാവ് തന്നെയാണ്. പിന്നീട് എത്രയെത്ര ഗർഭകഥകൾ ആ CPM-നുള്ളിൽ പുകയുന്നത് നമ്മൾ കണ്ടു. CPM-നുള്ളിലെ വനിതകൾ പൊട്ടിത്തെറിക്കുന്നത് എത്ര വട്ടം കേട്ടു. ഇതൊന്നും ഏറ്റെടുക്കാനോ CPM-നെ ഗർഭകഥകൾ പറഞ്ഞ് നാറ്റിക്കാനോ UDF ശ്രമിച്ചത് മുമ്പൊരിക്കലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു മൂന്നാംകട രാഷ്ട്രീയമാണ് CPM പലപ്പോഴും എതിരാളികൾക്ക് മേൽ പയറ്റുന്നത്. ഇത്തരം ഗർഭകഥകൾ പ്രചരിപ്പിക്കുക, ആ ഗർഭകഥകളുടെ ബലത്തിൽ എതിരാളികളെ മാനസികമായി തളർത്തുക, ജനങ്ങളുടെ മുന്നിൽ ഒരു വ്യാജ സദാചാര ബോധം ഉയർത്തി അത് വോട്ടിൻ്റെ ഒരു തട്ടിപ്പായി ഉപയോഗിക്കുക. അതിന് ജനം കൊടുത്ത ഒരു ശുദ്ധ മറുപടിയാണിത്. നല്ല കൃത്യമായ തട്ടുതകർപ്പൻ മറുപടിയാണ്. ഇതിലപ്പുറം ഒരു മറുപടിയില്ല. അങ്ങ് തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർഗോഡ് വരെ അതിൻ്റെ അലയൊലികൾ ഇപ്പോൾ ദൃശ്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടത് എന്താണ്? ഒരു ചെറുപ്പക്കാരൻ, അയാൾ കോൺഗ്രസിൻ്റെ യുവനേതാവാണ്. അയാളുടെ ചൂണ്ടുവിരലിൽ പലപ്പോഴും പിണറായി വിജയൻ വിറയ്ക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു യുവത്വത്തിൻ്റെ പ്രതീകം മാത്രമല്ല, ഉയർന്നു വരുന്ന കോൺഗ്രസ് സംഘടനയുടെ മറ്റൊരു മുഖം കൂടിയായിരുന്നു. ഒരു പോരാളിയുടെ മുഖം എന്നതിനപ്പുറം അയാളൊരു ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്ന രാഷ്ട്രീയ മുഖമായിരുന്നു. ആ മുഖം പലപ്പോഴും ഭയമുണർത്തിയത് ഭരണകൂടത്തിന് മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ ചിഹ്നമായി നിൽക്കുന്ന പിണറായിക്ക് കൂടിയാണ്. പിണറായി അസ്വസ്ഥപ്പെടുത്തിയത് ചില്ലറ തലങ്ങളിലൊന്നുമല്ല. പലപ്പോഴും രാഹുലിൻ്റെ വളർച്ച CPM ഭയപ്പെട്ടിരുന്നു. കാരണം നാളുകളിൽ രാഹുലിനെ പോലെ തലയെടുപ്പുള്ള, രാഹുലിൻ്റെ ആ തലമുറയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു നേതൃനിര, യുവ നേതൃനിര CPM-ലില്ല. CPM-ൽ ആരെയാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്? കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ ശിങ്കിടിയായി നിന്നിരുന്ന ഷംസീറിനെ പോലെയുള്ളവർ, പിണറായി വിജയൻ്റെ മരുമകൻ എന്ന ഒരൊറ്റ ഓമന പേര് പേറുന്നത് കൊണ്ട് മുഹമ്മദ് റിയാസ് എന്നൊരു യുവതാരം ഉദിച്ചു വന്നു. അതിലപ്പുറം ഷംസീറിനെ പോലും പലപ്പോഴും പ്രതിസന്ധിയിൽ ആഴ്ത്തിയ മറ്റു ചില നേതാക്കൾ. LDF-ൽ തലയെടുപ്പുള്ള CPM-ൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന യുവനിര വളരെ കുറവാണ്, ആരുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പെട്ടെന്ന് ഉദിച്ചുയർന്നു വന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അബിൻ വർക്കി, റോജി എം ജോൺ, അങ്ങനെ നിരവധി ആളുകൾ. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പം മത്സരിക്കുന്ന ശബരിനാഥ് പോലും വലിയൊരു യുവനിര. അവർ വിദ്യാസമ്പന്നരായിരുന്നു, അവർ ലോകം കണ്ടവരാണ്, അവർക്ക് ഭാഷാ നൈപുണ്യമുണ്ട്, കൃത്യമായ ആശയപ്രചരണത്തിന് അവർക്ക് സാധിക്കും. അതിലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ നൈപുണ്യമുണ്ട്. ജനങ്ങളുടെ പൾസറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കാനുള്ള ഒരു കൃത്യതയാർന്ന നിരീക്ഷണ പാഠവും. അങ്ങനെ ഒരു നിര നേതാക്കൾ ഉദിച്ചുയർന്നു വരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അമ്പരപ്പുണ്ടാക്കി, അങ്കലാപ്പുണ്ടാക്കി നമ്മളത് പറഞ്ഞു. അങ്ങനെയാണ്
രാഹുൽ ശ്രദ്ധേയനാകുന്നത് കേരളത്തിൽ. ഒരു രാഷ്ട്രീയ പോരാളി എന്ന നിലയിൽ രാഹുൽ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് അയാളുടെ പ്രവർത്തനങ്ങളിൽ. പക്ഷേ അയാളുടെ ചില ദൗർബല്യങ്ങൾ, അതിൽ വിദഗ്ധമായി കോൺഗ്രസ് LDFനെ വെട്ടിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശനും കൂട്ടരുമൊക്കെ കൈകാര്യം ചെയ്ത ആ ഒരു നിലപാടിനെ നമ്മളിപ്പോഴും വിമർശിക്കുന്നു. കാരണം രാഹുലിനെ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ കോൺഗ്രസിൻ്റെ ശൈലി. പക്ഷെ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം രാഹുലിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലയിലല്ല. അതവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. രാഹുലിനോട് ചെയ്തത് നീതിയാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കോൺഗ്രസ് വളരെ കൗശലപൂർവ്വം തങ്ങളുടെ തലയിൽ വന്ന് പതിച്ച ആ ഒരു ദുരന്തം അവർ ഒഴിവാക്കി. പകരം CPM എന്താണ് ചെയ്തത്? CPM ഈ ഗർഭവും എടുത്ത് അതിൻ്റെ എവിടെ നിന്ന് ഇത് ഉത്ഭവിച്ചു, അതിൻ്റെ വളർച്ച എങ്ങനെ, ആ ഭ്രൂണം എങ്ങനെ നശിപ്പിച്ചു എന്ന് തുടങ്ങി അതിൻ്റെ അടിസ്ഥാന തലങ്ങൾ വരെ പരിശോധിക്കാൻ CPM പാർട്ടി തന്നെ നിയോഗിക്കപ്പെട്ട അവസ്ഥ. ഇവിടെ പോലീസ് സംവിധാനമുണ്ട്, ഇവിടെ അതിനുവേണ്ട നിയമ സംവിധാനങ്ങളുണ്ട്. അതിലൊക്കെ അപ്പുറം CPM നേതാക്കൾ തന്നെ കവലയിൽ മൈക്ക് കെട്ടി പ്രസംഗം തുടങ്ങി. രാഹുലിൻ്റെ ഗർഭം ജനം അങ്ങ് വെറുത്തു. അപ്പോൾ ഈ ഗർഭക്കഥ പ്രചരിപ്പിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ്, ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും ഒക്കെ മൂടിവെക്കാനാണ്. അതിലപ്പുറം സ്വജനപക്ഷ, നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലടക്കം യൂണിവേഴ്സിറ്റികളിലെ പിൻവാതിൽ തിരികെ കയറ്റങ്ങൾ, യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയവൽക്കരണം, ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പരിങ്ങലിലായ അവസ്ഥ, ഇത്തരം ഘടകങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഒരൊറ്റ ഗർഭക്കേസിലെല്ലാം തകർത്തെറിയാമെന്ന ഒരു വ്യാമോഹം. അതുകൊണ്ടാണല്ലോ വോട്ടിംഗ് ഡേയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചു. സ്ത്രീ ലംബടന്മാരെ കൊണ്ട് നിറഞ്ഞ കോൺഗ്രസ്, ലൈംഗിക വൈകൃതക്കാരനായ രാഹുൽ മാങ്കൂട്ടം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ഇവർ തുടങ്ങിയ രാഷ്ട്രീയ വേട്ട, അതിൻ്റെ ഇരയായി മാറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അയാളെ പാലക്കാട് നിന്ന് ഒളിവിൽ പോകാൻ അനുവദിച്ചു എന്ന പേരുദോഷം ഈ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചാർത്തി കൊടുക്കുന്നത് ഇപ്പോൾ CPM പ്രവർത്തകരും നേതാക്കളാണ്. CPM അവരെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി സ്വീകരിച്ച അയാളെ കേരളത്തിൽ നിന്ന് ഓടിപ്പോകാൻ അന്ന് അനുവദിച്ചത്? അതൊരു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയായിരുന്നു. പെട്ടെന്ന് പരാതി കൊടുക്കുന്നതോടെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യം കിട്ടിയാൽ എല്ലാം പൊളിഞ്ഞടുക്കും ആ നിമിഷം. അതിനു പകരം ഇയാളെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ച് വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതി ഇട്ടു. അത് ഫലപ്രദമായി വളരെ ഭംഗിയായി രാഹുൽ പൊളിച്ചടുക്കി. ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് മാറി നിന്ന് പോലീസ് അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് അയാൾ വിദഗ്ധമായി പിണറായിയെ കബളിപ്പിച്ച് കളഞ്ഞു. അതൊരിക്കലും പിണറായി പ്രതീക്ഷിച്ചില്ല. ഇതിനിടയിൽ ഇവിടെ ഒരു രാഷ്ട്രീയം തിളച്ചുമറിയുന്ന പച്ച യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPMന് അതിൻ്റെ നേതാക്കൾക്കോ കഴിഞ്ഞില്ല. ജനങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമില്ല, പഴയ കാലം അല്ല ഇത്. ഈ മൂന്നാംകട രാഷ്ട്രീയ കുതന്ത്രങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കുന്നതിൽ CPM പരാജയപ്പെട്ടു, മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. അതിൻ്റെ പ്രകടമായ കാഴ്ചയാണ്. കാരണം വേറിട്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ജനതയെ നമുക്ക് തലസ്ഥാനത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നു. കേരളത്തിലെ 504 ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചടക്കിയാണ് ഇപ്പോൾ UDF മുന്നിട്ടല്ല വിജയം പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ വെറും 351 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം കയ്യിലുണ്ടായിരുന്ന UDFന് ഇപ്പോൾ നമ്മൾ കാണുന്നു 504 ഗ്രാമപഞ്ചായത്തുകൾ. LDFനെ 341 ഒതുക്കി. ജില്ലാ പഞ്ചായത്തുകൾ 7 ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ എല്ലാ കാലത്തും CPMൻ്റെ ഒരു അജയ്യത അവർ തുടർന്നിരുന്ന ഒരു സംഭവമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 79 കൃത്യമായി UDF വിജയിച്ചു. 63 LDFനെ ഒതുക്കി. മുനിസിപ്പാലിറ്റികൾ 54 UDF കൈപ്പിടിയിൽ ഒതുക്കി. 28 LDFനെ ഒതുക്കി. കോർപ്പറേഷനിൽ പിന്നെ പറയേണ്ട, 4 തൂത്തുവാരിയെടുത്തു. കോഴിക്കോട് ചുരുട്ടിക്കൂട്ടിയിട്ടു. തിരുവനന്തപുരം BJP അടവടലും തൂക്കി. അപ്പോൾ ഒരു രാഷ്ട്രീയ സുനാമി ഇടതുപക്ഷത്തെ തകർത്തെറിഞ്ഞിരിക്കുന്നു. അതിനൊരു പരിധിവരെ ഈ രാഹുൽ മാങ്കൂട്ടം ഇഫക്റ്റ് കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്റ്റായിട്ടല്ല. രാഹുലിനെ ഇങ്ങനെ വേട്ടയാടിയപ്പോൾ ജനം വളരെ തുറന്ന് സംസാരിച്ചു, തുറന്ന് ചർച്ച ചെയ്തു. എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇത്രയധികം വേട്ടയാടുന്നത്? അയാൾ എന്തെങ്കിലും സദാചാരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അയാളെ നിയമപരമായി അതിന് ശിക്ഷിക്കട്ടെ. അതല്ലാതെ വീരപ്പനെ പിടിക്കുന്ന പോലെ വാൻ കണക്കിന് പോലീസുകാരെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അയച്ച് ഇയാളെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനുള്ള ശ്രമം
ഒരു കേസ് പോരാഞ്ഞിട്ട് പുറമെ മറ്റൊരു കേസ്, അതും KPCC അധ്യക്ഷന് പരാതി നൽകി അവിടെ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് അങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്നു. പൂങ്കുഴലിയെ പോലെ ഏറ്റവും പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഇവിടെ എത്രയെത്ര അതിജീവിതകളുണ്ട്. PT കുഞ്ഞുമുഹമ്മദ് എന്ന സംവിധായകൻ പീഡിപ്പിച്ച മറ്റൊരു അതിജീവിതയുണ്ട്. അവർക്കൊന്നും നീതിയില്ല, അവർക്കൊന്നും പ്രത്യേക പോലീസ് അന്വേഷണ സംഘമില്ല. വേടൻ 1 അല്ല 3 പേരെയാണ് അതിജീവിതകളാക്കി മാറ്റിയത്. അവർക്കൊന്നും പ്രത്യേക പോലീസ് സംഘമില്ല, അവർക്കൊന്നും വേണ്ടി പ്രത്യേക അന്വേഷണമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. പക്ഷെ രാഹുലിനെ പിടിക്കാൻ കാണിച്ച ഒരു അമിത ആവേശം, രാഹുലിനെ യഥാർത്ഥത്തിൽ സർക്കാർ ഭയപ്പെടുന്നുണ്ടോ എന്ന് ജനം സംശയിച്ചു. അവിടെ അവർ കൂടുതൽ ഓപ്പണായി സംസാരിച്ചു. ഇതാണ് പിണറായി വിജയൻ കൂട്ടർക്കും വന്ന ഒരു പരമ ദയനീയ ദുരന്തം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസ് ചവിട്ടി അങ്ങ് പുറത്താക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിനുകൂടിയുള്ള ഒരു തിരിച്ചടിയായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം കാണാം. അതായത് ജനങ്ങൾ അവരെ ജയിപ്പിച്ച് കയറ്റുമ്പോഴും രാഹുൽ എന്ന ആ ഒരു ആളെ ഉയർത്തിക്കാട്ടാനും പല ഗ്രൂപ്പുകളിലും ഇപ്പോഴും അതിശക്തമായ നീക്കം നടത്തുന്നു. അവിടെ രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിന് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ചില ആൾക്കാർ. അതിനിടയിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട പല മേഖലകളിലും പ്രതിപക്ഷ നേതാവ് മൗനം പാലിച്ചപ്പോൾ പോലും അവിടെ എല്ലാം കയറി അതിശക്തമായി നിലകൊണ്ട ഒരു രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന് മറുപടിയൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ഈ പല സ്ഥാനാർത്ഥികളെയും വെട്ടിമാറ്റുന്ന പേരുകൾ വെട്ടിമാറ്റുന്നു, അവരെ ഭീഷണിപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ സമയത്തൊക്കെ അതിശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നു. പ്രത്യേകിച്ച് ഈ മുട്ടടയിലേക്ക് ഓടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് തന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടാൻ തുനിഞ്ഞ ഒരു ഇലക്ഷൻ കമ്മിറ്റിയെ പോലും ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിച്ച രാഹുൽ ആ പേര് ആ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. അങ്ങനെ അതിശക്തമായ രീതിയിൽ രാഹുൽ ഇടപെട്ടു. ഇതെല്ലാം തന്നെ ആ ഒരു വിജയത്തിന് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിട്ടേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. 48,000 ലൈക്ക്, 5,600 മെസ്സേജുകൾ, 1000 ഷെയർ. അപ്പോൾ അയാളുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ആ മെസ്സേജുകളൊന്ന് നോക്കുക. UDF കുതിപ്പ്, എന്നാലും ആ ചായ കുടി, എത്ര വളരെ അടിമകൾ അസ്വസ്ഥരാണ് ഇപ്പോൾ ഒരു അടുത്ത പെണ്ണിനെയും കൊണ്ട്. ഇത്തരത്തിൽ ഇത് അവസാനത്തെ ഇലക്ഷൻ ഒന്നുമല്ല, വലിയ മണ്ടത്തരമായിരുന്നു, ജനങ്ങൾ ഉടനെ മനസ്സിലാക്കും എന്ന് ഈ ഇടതുപക്ഷക്കാർ തന്നെ നുഴഞ്ഞു കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അതിന് കണക്കിന് മറുപടി, അത്തരം ഒരു കമന്റിന് 146 മറുപടിയാണ്. അവരെ ഓടിച്ച് പാലം കിടത്തുകയാണ്. അപ്പം ഇയാളുടെ ഈ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങളിലെ ഒരു ആവേശം, അത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ജനത്തിന് ഈ സദാചാരമൊന്നും അല്ല പ്രശ്നം. സദാചാരമൊക്കെ കുറച്ചൊക്കെ വേണം. അവരൊരു രാഷ്ട്രീയ പ്രബുദ്ധതയെ അംഗീകരിക്കുന്നു, രാഷ്ട്രീയ വീക്ഷണത്തെ അവർ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ അവർ ഇഷ്ടപ്പെടുന്നു എന്നതിന് വ്യക്തമായ സൂചനയാണ്. ഇത് കോൺഗ്രസിനൊരു തിരുത്തലിനുള്ളൊരു സന്ദർഭം കൂടിയാവണം. രാഹുലിനെ വലിച്ചെറിഞ്ഞതുകൊണ്ട് കിട്ടിയ ഒരു നേട്ടമൊന്നും അല്ലിത്. അങ്ങനെ അവർ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇനി ഏതെങ്കിലും തലത്തിൽ കോൺഗ്രസ് നേരത്തെ പ്രക്ഷോഭം അറിഞ്ഞതുപോലെ UDF ഒരു പരാജയമായിരുന്നു അവരെ കാത്തിരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ യുവാവിന് മേൽ കൊണ്ടുപോയിട്ടനെ. ഒളിവിലിരുന്നു കൊണ്ട് കോൺഗ്രസ് വിജയിക്കണമെന്ന് അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയാളുടെ പ്രവർത്തന രീതി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അയാളുടെ ഓരോ പ്രതികരണങ്ങളിലും ഇടതുപക്ഷത്തോടുള്ള, സർക്കാരിനോടുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ അയാളുടെ വാക്കുകളിലുണ്ട്. അയാളൊരു പോരാളിയാണ്. ഇത്രയേറെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും അയാളുടെ ഒരു പോരാട്ട വീര്യം തളരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഇനിയും ഈ രാഷ്ട്രീയത്തിലുണ്ടാകും എന്നതിൽ സംശയം വേണ്ട. അത് ഏത് തലത്തിൽ, എത്രത്തോളം ഉയരത്തിൽ എന്നൊക്കെ കാലം തെളിയിക്കുന്നതാണ്. പക്ഷെ അയാളൊരു വലിയ ഫാക്ടറായിരുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ പറയുന്നത് പോലെ ഒരു നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഫാക്ടർ എന്ന് നമുക്ക് പറയുമ്പോൾ അയാളൊരു ചിലർക്കെങ്കിലും ഒരു പോസിറ്റീവ് ഫാക്ടറായിരുന്നു. കാരണം ഒരു പോരാട്ടം, വേറെ ഒന്നുമല്ല, ഒരു സദാചാരമോ ധാർമ്മികതയൊന്നുമല്ല, അയാളൊരു പോരാളിയായിരുന്നു. ഈ ഒരു 3ാം പരാതി ഇങ്ങനെ കടന്ന് കറങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 3ാം പരാതി പുറത്തെടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, 3ാം പരാതി പോയിട്ട് ഇനി ഒരു പരാതിയും പൊക്കാനുള്ള ആ ഒരു ആർജവുമില്ല, എല്ലാം പോയി. ഇനി പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് AKG സെന്ററിൽ തമ്മിലടി തുടങ്ങും. ഈ യാദവ കുലം മുടിഞ്ഞതുപോലെ
അവിടെ ഇനി പരസ്പരം നേതാക്കൾ തമ്മിലിടിക്കും. ഇപ്പോൾ തന്നെ ആര്യ രാജേന്ദ്രന് നേരെ പൊട്ടിത്തെറിക്കുന്ന ഏതൊരു ഗായത്രി അല്ലേ, ഗായത്രി ബാബു, ഗായത്രി ബാബുവിന്റെ ഒരു പോസ്റ്റ് കണ്ടു. വലിച്ചു കീറുക ഈ ഇടതുപക്ഷത്തെ പല നേതാക്കളും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് നേരത്തെ പ്രക്ഷോഭ പറഞ്ഞില്ലേ, ചുവന്ന പുലരിക്കായി കാത്തിരിക്കും. അതെ, എല്ലാം തീർന്നു. ഇനി അവസാന തുരുമ്പും തീർന്നു. അവസാന എന്താ പറയുന്ന ഒരു തരി അതും കെട്ടു. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോഴും പക്ഷേ നേരം വെളുക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് വാർത്താ സമ്മേളനത്തിലൊക്കെ ഘോരഘോരം പറയുകയാണ്, ഞങ്ങൾക്ക് അധികാരമല്ല CPM-ന്റെ ആയുധം എന്നൊക്കെ വീണ്ടും വീണ്ടും വാദിക്കുന്നു. അപ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും സമയം കഴിഞ്ഞിട്ടും കൃത്യമായി ഒന്ന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ക്ലിഫ് ഹൗസിൽ കയറി അടയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ കുഴപ്പിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നിട്ടുള്ള വേറൊരു യുവനേതാവ് കാണത്തില്ലായിരിക്കും. ഈ എടോ എന്നുള്ളത് തന്നെയാണ്, എടോ വിജയ എന്നുള്ള ആ ഒരു വിളി. അത് ഒരു പുതിയ കരുത്തുറ്റ ഒരു പ്രയോഗമാണ്. കാരണം ജനം പിണറായിയുടെ ചൂണ്ടുവിരലിൽ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിണറായി ഒരു ഏകാധിപത്യ ശൈലിയാണ് ഇവിടെ പിന്തുടരുന്നത്. ആരെങ്കിലും വിമർശിച്ചാൽ അവർക്കെതിരെ മുന്നറിയിപ്പുകൾ, അവരെ പിടിച്ച് പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തുക, അവരെ വിരട്ടി ജയിലിലാക്കുക. ഇത്തരം സമീപനമാണ് കാലങ്ങളായി ഈ ഭരണകൂടം തുടർന്നിരുന്നത്. അതിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് രാഹുൽ പുറത്തിറങ്ങിയപ്പോൾ, രാഹുൽ കളിച്ചപ്പോൾ LDF-ഉം പിണറായി വിജയനും ഒക്കെ ശരിക്കും ഭയന്നുപോയ ആളുകളുണ്ട്. ഒടുവിൽ രാഹുൽ നിലത്ത് വീണപ്പോഴാണ് ആ യുവാവിനെ ഇവർ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചത്. അതുവരെ അയാൾ പിടിച്ചു നിന്നിരുന്നു. എന്നാൽ ഇതൊരു തിരിച്ചുവരവിൻ്റെ സമയമാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ തോൽവി രാഹുലിനെ സംബന്ധിച്ച് ഒരു വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. ഇനി പഴയ ഒരു ആർജവം ഉണ്ടാവില്ല ഇടതുപക്ഷത്തിന് ഇയാളെ വേട്ടയാടാൻ, പുതിയ കള്ളക്കേസുകൾ കൊണ്ടുവരാൻ, ഇനിയും പോലീസ് സംഘത്തെ നിയോഗിച്ച് ഇയാളെ ഒന്നിനൊന്നിന് തളർത്താൻ. കാരണം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇനി ഒന്ന് ചിന്തിക്കും, ഈ ഭരണം മാറുമെന്ന് ഏറെക്കുറെ അവർക്കും ഉറപ്പായി. രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും വിജയൻ തന്നെയല്ല ഭരിക്കുന്നത്. ഓർക്കണം, ഈ പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒരു പ്രത്യേക മനോഭാവമുണ്ട്. ഈ ഭരണം മാറുന്ന സമയത്ത് അവരാരും പിന്നെ ഈ ഭരിക്കുന്നവർ പറഞ്ഞാൽ കേൾക്കില്ല. പ്രത്യേകിച്ച് 100% അടുത്ത ഭരണം UDF-ൻ്റേതാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ റിസ്ക് എടുക്കില്ല. വെറുതെ എന്തിനാ വയ്യാവേലി എടുത്ത് അടുത്ത കോൺഗ്രസ്സുകാരുടെ ശത്രുത മേടിച്ച് കിട്ടുന്നത്. എവിടെയെങ്കിലുമൊക്കെ അടങ്ങി ഒതുങ്ങി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കത്തേ ഉള്ളൂ. ഇനി പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം ക്രൂരവേട്ടകൾക്ക് മുതിർന്നാൽ ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് ഒരു നിഷേധാത്മക സമീപനത്തോടെ നിരസിക്കും എന്നതിൽ സംശയം വേണ്ട. എന്തായാലും രാഹുൽ വിഷയത്തിൽ വലിയൊരു തിരിച്ചടി സർക്കാരിനും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ എത്ര ബഹളം വെച്ചാലും ഇവിടുത്തെ പ്രബുദ്ധ ജനം കേൾക്കാനുള്ളത് കേൾക്കും, അവർക്ക് പറയാനുള്ളത് പറയും. അവർ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇടതുപക്ഷത്തിന് അടിപതറിയിരിക്കുന്നത്. ഇനി തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ല. കാരണം രണ്ടാം തവണ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് പിണറായിക്ക് അഹങ്കാരത്തിന്റെ പർവ്വം കയറിയ ഒരു നേതാവായി മാറിപ്പോയി. അതിനൊരു തിരിച്ചടി രാഹുലിലൂടെ തന്നെ കിട്ടിയെന്നാണ് കേരള ജനത, ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും ഇപ്പോൾ രാഹുലിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.